ആ ബ്രദർ ശരിയല്ലെന്നാണോ? നിന്റെ വീട്ടിലെ ബ്രദറോ? നിന്റെ ബദറിന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബദർ. ആ പെങ്കൊച്ചി ശരിയല്ല. നിന്റെ മോളോ? നിന്റെതോ? എന്റെതെല്ലാം നല്ലതാ, മറ്റവന്റെ അല്ല. യോ എന്റെ കുഞ്ഞുങ്ങളെ പോലെ. നിന്റെ കുഞ്ഞുങ്ങളുടെ വിചാരം ഒന്നും കർത്താവ് വിളിച്ച് വേർതിരിച്ചെങ്കിൽ ഏത് സ്ഥലത്തും നിന്നെ പുലർത്തും. അതെ, ഒന്ന് സീദോനോട് ചേർന്ന സരബ്. സീദോൻ രാജാവാക്കുന്ന ഇഗ്ബാലിന്റെ പുത്രിയാണ് ഇസബേല് എന്ന് പറഞ്ഞാൽ ആഗാബിനോട് ആ ദൂത് പറഞ്ഞ ആഗാബിന്റെ ഭാര്യ ഇസബേല്. ആ സഹോദരിയുടെ നാട്ടിലാ ദൈവം ഏലിയാവിനെ പുലർത്തുന്നത്. പുലർത്തുക മാത്രമല്ല, കുറെ നാൾ അവിടെ താമസിച്ചെന്നുള്ളതാണ്. സ്തോത്രം. ആട്ടെ, ഒന്നാമത്തെ പാഠം. രണ്ട്, ദൈവത്തിന്റെ പദ്ധതി ധനാഢ്യയായ ഒരു സ്ത്രീയുടെ അടുക്കലല്ല വിട്ടത്, ഒരു വിധവയാ. നാടൻ ഭാഷ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കാശുകാരി അമ്മാമ്മയുടെ അടുക്കലല്ല വിട്ടത്, പരുവക്കേടുകാരി അമ്മാമ്മയുടെ അടുക്കലോട്ടാ വിട്ടത്. സ്തോത്രം. വിധവ. ക്ഷാമോ ദുരിതമൊക്കെ വന്ന ആദ്യം വീട് ടിന്നൊക്കെ കാലിയാകുന്ന വിധവയുടെ വീട്ടിലാ. വിധവയല്ലേ, പക്ഷെ അവിടോട്ടാ ദൈവം വിട്ടത്. ഇനി അധികം വിവരിക്കുന്നില്ല. ആ ഭാഗത്തെ മൂന്നാമത്തെ ഒരു പാഠം, ഒന്ന് സീദോനോട് ചേർന്ന് ശത്രു രാജ്യം, രണ്ട് വിധവയുടെ അടുക്കല്. ഇനി മൂന്നാമത്തെ അവിടുത്തെ ഒരു പാഠം, ഈ സാരപാത്തിലെ ഏലിയാവിനോട് ബന്ധപ്പെട്ട് പാഠം. ഏലിയാവ് വിധവയെയും തിരിച്ചറിഞ്ഞു, വിധവ ഏലിയാവിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അറിയണം. ഏലിയാവ് വിധവയെയും തിരിച്ചറിഞ്ഞു, വിധവ ഏലിയാവിനെയും തിരിച്ചറിഞ്ഞു. ഈ വന്ന കാലത്ത് പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഏലിയാവിന് വിധവ ഏതാ, ഭർത്താവ് ഉള്ളവളേതാ, കടഭാരമുള്ളതേതാ, ഞെരുക്കമുള്ളതേതാ, പ്രതിസന്ധി കൂടെ ഒന്നും തിരിച്ചറിയുന്നില്ല. ആൾക്കാരെ ഒന്നും തിരിച്ചറിയുന്നില്ല. കുറെ നാൾ കഴിയുമ്പോൾ ആൾക്കാര് കൊട്ടിയും പാടിയും തുള്ളിയും ചാടിയൊക്കെ നടക്കും. കുറെ അയ്യോ എൻ്റെ ദൈവമേ, സ്തോത്രം. ഈ സ്ത്രീയെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. വിധവമാര് പ്രത്യേക വസ്ത്രധാരണമാണ്. അതല്ലേ, വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് തിമ്മിനയ്ക്ക് പോകുന്ന വഴിയരികെ ഗനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതുക്കൽ ഇരുന്ന താമാർ. അപ്പോൾ വൈദവ്യ വസ്ത്രം ഒരു പ്രത്യേക വസ്ത്രമാണ്. അവര് ആ വസ്ത്രം കാണുമ്പോൾ അറിയാതെ വിധവയാണ്. ഇപ്പം പെന്തിക്കോസുകാരെ ഒന്നും കണ്ടാൽ പിടി കിട്ടുകയല്ല. കൂട്ടി ഇടിച്ചു കഴിയുമ്പോൾ ആ ഗ്ലോറി, പെന്തിക്കോസിലല്ലേ അറിയത്തില്ല. പെന്തിക്കോസാന്നോ ഉന്തിക്കോസാന്നോ അന്തിക്കോസാന്നോ ഏത് കോസാന്ന് സ്തോത്രം തിരിച്ചറിയുന്നില്ല. അല്ല, തിരിച്ചറിയരുതെന്നും പറഞ്ഞാ നടക്കുന്നേ. സഭയെ വരുമ്പോൾ മാത്രമേ അറിയാവൂ. അത് കഴിഞ്ഞാൽ എന്നെ ആരും സ്റ്റേജിൽ നിൽക്കുമ്പോൾ മനസ്സിലായി പാസ്റ്ററാന്ന്. ടൗണിൽ നിൽക്കുമ്പം പുള്ളിയെ കണ്ട് പരിചയമുണ്ടല്ലോ. ഒരു കൈയില്ലാത്തൊരു ബനിയനും ഇട്ട് ഒരു കാച്ചട്ടയിട്ട് ടൗണിൽ നിൽക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. പ്രവാചകനെയും തിരിച്ചറിഞ്ഞു. സ്തോത്രം. നന്നായിട്ട് തിരിച്ചറിഞ്ഞോണം. പഴമക്കാര് ഒരു പ്രയോഗമുണ്ട്, പഴഞ്ചൊല്ല, മരമറിഞ്ഞ് കൊടിയിടാവും. സ്തോത്രം. നന്നായിട്ട് വിവേചിക്കണം. നിന്നോട് സംസാരിക്കുന്ന, സഹകരിക്കുന്ന, ഇടപെടുന്ന വ്യക്തി ആരാന്ന് നന്നായിട്ട് വിവേചിച്ച് വേണം. ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, തകർന്നു പോകരുത്. കൃപാവരം ഒന്നും അധികം
കിട്ടിയില്ലെങ്കിലും വിവേചനാവരം അതാ പ്രവചനമൊക്കെ രണ്ട് പ്രവചനം കുറച്ചാലും വിവേചനാവരം ഉള്ളതാണ് നല്ലത്. ഒരാളെ കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് പ്രവാചകനാന്നോ കള്ളപ്രവാചകനാന്നോ വിശ്വാസിയാന്നോ അവിശ്വാസിയാന്നോ നേരാന്നോ നെറിവുള്ളതാന്നോ മനസ്സിലാക്കണം, വിവേചിക്കണം. അതെ, സ്ത്രീക്ക് മനസ്സിലായി ഇത് പ്രവാചകനാ, ഒരു ദൈവദാസനാ. അതിലെ സംബോധന ചെയ്യുന്നത് ദൈവപുരുഷനെ. അങ്ങനെ അവള് സംബോധന ചെയ്യുന്നത് ദൈവപുരുഷനെ. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. ദൈവപുരുഷൻ ആണെന്ന് എങ്ങനെ ബോധ്യപ്പെട്ടെന്ന് ഞാൻ പിന്നെ വരാം. ഏലിയാവിന് മനസ്സിലായി ഇത് വിധവ സ്ത്രീയാണ്. അന്യോന്യം വിവേചിച്ചും തിരിച്ചറിഞ്ഞും വേണം ഇടപെടാൻ. ചിലര് യാതൊരു വിവേചനവും തിരിച്ചറിവില്ലാതായി ഇടപെടുന്നത്. മൊത്തം കുഴഞ്ഞു കഴിയുമ്പോഴാ മിണ്ടുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഭാഷ ഇനിയിപ്പം അറിഞ്ഞിട്ടും കാര്യമില്ല, കുഴയാവുന്നതിൻ്റെ പരമാവധി ഒഴിഞ്ഞു. ഇനിയിപ്പം അറിഞ്ഞിട്ട് എന്നാ എടുക്കാനാ? ഇനിയും വരുന്നിടത്ത് വെച്ചങ്ങ്. അങ്ങനല്ല, നന്നായിട്ട് വിവേചിച്ചു. അപ്പോൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു വിശേഷത, ഇവള് ജാതീയ സ്ത്രീയാ. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു ദൈവദാസനാ, ദൈവത്തെ ഭജിക്കുന്നവനാ. അതുകൊണ്ട് അവൾ സംസാരിക്കുമ്പം പറയുന്നൊരു പദമുണ്ട്, നിന്റെ ദൈവമായ യഹോവയാണ്. അങ്ങനൊരു പ്രയോഗമുണ്ട്. ആ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കണ്ടോ, അതിന് ഈ പറഞ്ഞ നിന്റെ ദൈവമായ യഹോവയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം വേറെയാ. എന്റെ ദൈവം, ഞാൻ സീദോന്യ ചേർന്ന് പോക്കുന്ന സാരപാത്തില്ല. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളും രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷെ നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി നീ സത്യദൈവത്തെ ഭജിക്കുന്നവനാണ്. നമ്മളെ കാണുമ്പോൾ മനസ്സിലാക്കണം ഇതൊരു പെന്തിക്കോസുകാരനാ, ഒരു പെന്തിക്കോസുകാരിയാ. പിന്നെ ചില സഹോദരിമാരെ ഇപ്പം കമ്മലും മാല ഇല്ലാത്തമ്മ ഒരു ഡൗട്ട്, അതും ഇപ്പം തർക്കത്തിൽ കിടക്കുക. കമ്മലും മാല ഇല്ലാത്ത വേറെ ഗ്രൂപ്പുകാരുണ്ട് ഇല്ലേ? യോടി അടുത്ത കാലത്ത് റോഡിൽ കൂടെ നിങ്ങൾ കണ്ടില്ലേ, അവരെ 20 പേരിലോട്ടാണ് പോയത്. അവർക്കും മിക്കവർക്കും കമ്മലും മാലയൊന്നും വെള്ള വസ്ത്രവുമാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ചിലരുടെ നെറ്റിയിലൊരു സ്തോത്രം. അപ്പം കമ്മലും മാല ഊരിയതിൻ്റെ ചാട്ടമൊന്നും ചാടണ്ട. വെള്ളത്തുണി ഉടുക്കുന്നെന്നും പറഞ്ഞ് ഇളകെ വേണ്ട. തള്ളയും വെള്ളത്തുണിയാ. സ്തോത്രം. വേറെ ചില സഹോദരിമാര് വെള്ളവസ്ത്രം ധരിക്കുന്നവരുണ്ട്. വെള്ളവസ്ത്രമായതുകൊണ്ട് കാര്യമായില്ല, അത് തെറ്റാന്നല്ല, നല്ലതാ. കമ്മലും മാല ഊരിയത് കൊണ്ടും യോടി ജയലളിതയ്ക്ക് ഒടുവിൽ കമ്മലും മാലയില്ലായിരുന്നു. മറ്റേ കേസെല്ലാം കൂടെ വന്നപ്പം പുള്ളിക്കാരി അതെല്ലാം ഊരിക്കളഞ്ഞു. ഏതാണ്ട് 100-500 ജോഡി ചെരുപ്പുണ്ടായിരുന്നു. അതൊന്ന് പിന്നെ അടുത്ത കാലത്ത് പേപ്പർ കണ്ടില്ല, ലേലം വിളിക്കുന്നെന്ന്. സാരിയും ഇഷ്ടംപോലെ അവർ അവസാനം പറഞ്ഞു, പ്രശ്നമെല്ലാം ട്യൂഷൻ പറഞ്ഞു, ഇനി എനിക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അതൊന്നും അല്ല ആത്മീയത്തിൻ്റെ മാനദണ്ഡം. അതെല്ലാം നല്ല കാര്യങ്ങളാണ്. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അറിയണം. അത് സഭാഗോള് വരുമ്പോൾ മാത്രമല്ല, നീ ചന്തയിൽ ചെന്നാലും അറിയണം നീ ദൈവ പൈതലാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനും സ്ഥലത്തിനും അറിയണം നീ ദൈവ പൈതലാണ്. നീ വഴി നടക്കുമ്പോൾ അറിയണം നീ ദൈവ പൈതലാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അറിയണം നീ ദൈവ പൈതലാണ്. എല്ലാ മേഖലകളിലും അറിയണം നീ ദൈവ പൈതലാണ്. അതറിഞ്ഞ ആ സഹോദരി സംസാരിച്ചത് നിന്റെ ദൈവമായ യഹോവയാണ്. കണ്ടോ, നീ ദൈവത്തെയാ ഭജിക്കുന്നെന്ന് എനിക്ക് ബോധ്യപ്പെട്ടെന്ന്. സ്തോത്രം.
അങ്ങനെ ആയിരിക്കണം. അതാ സാരേഭാത്തിലെ ഏലിയാവ്. നീ ഏലിയാവിന്റെ ആ സ്വഭാവത്തിന്റെ ഒരു വിശേഷത, ഈ സഹോദരിയാണെങ്കിൽ വിറക് പെറുക്കാൻ അവിടെ നിൽക്കുക പട്ടണവാതിക്കല്. അന്തരീക്ഷമൊക്കെ വളരെ മോശമാണ്, ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ ഇവള് ഒറ്റ വാക്കി പറഞ്ഞ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ആണല്ലോ അവള് പറയുന്നത്. ഞാനും മകനും കൂടെ മരിക്കാൻ പോവാന്ന, അങ്ങനല്ലേ എഴുതിയേക്കുന്നേ. ഇത് കൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. 12ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റിൽ അങ്ങനെ ഞങ്ങൾ മരിക്കാൻ. അപ്പൊ ആത്മീയതയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു സഹോദരിയ. ഒരു 5-6 കൂട്ടം കാര്യം ഉണ്ട്. പരുവക്കേടായി ഇവള്. പരുവക്കേടുള്ളവരുടെ പ്രവാചകൻ അയ്യോ. ഒന്ന്, ഇവളൊരു വിധവയാ. 2, ഒരു ചെറുക്കനെ ഉള്ളൂ. എല്ലാം പരുവക്കേടാ. 1 വിധവ, 2, 3 ഒരു പിടി മാവേ ഉള്ളൂ. 1 കാപ്പിടിയില്ല, ഒരു പിടി. അടുത്തത് ഒരൽപ്പ എണ്ണ. ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോർക്കണം. 1 വിധവ, 2 ഒരു ചെറുക്കൻ, 3 ഒരു പിടി മാവ്, 4 ഒരൽപ്പം എണ്ണ. പെറുക്കാൻ ചെന്നത് അവള് പറഞ്ഞത് 2 വിറക് പെറുക്കുകയാണ്. 1 ലോഡ് വിറക് കൊണ്ടുപോകല്ല. അങ്ങനെ എഴുതിയേക്കുന്നേ. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. 2 വിറക് പെറുക്കുന്നു. എല്ലാ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ രാവിലെ ഇങ്ങനെ വചനം ധ്യാനിച്ചപ്പം എനിക്കതെല്ലാം വളരെ അതിശോക്തിയായിട്ടാണ് തോന്നുന്നത്. 2 വിറക്. കാരണം മരിക്കാൻ പോവല്ലേ ഈ വിറകെല്ലാം കൂടെ അവിടെ കൊണ്ട്. നമ്മളാന്നേലും ചാകുമ്പോഴാന്നേലും ഞാൻ ചത്താലും തിരക്കില്ല, വിറക് അങ്ങോട്ട് അടുക്കിയേക്കാൻ പറയും. ചിലരോട് ആരെങ്കിലും എന്തെങ്കിലും തരാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ തുപ്പടെ അടിച്ചു മാറ്റുന്ന ആൾക്കാരുണ്ട്. പണ്ട് എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു ഉപദേശിയോട് പറഞ്ഞു, സ്തോത്രം, കൈതച്ചക്ക 2 തരാന്ന്. പുള്ളി 3-4 ചാക്കിനകത്താ കൊണ്ടുപോയത്. എങ്ങനുണ്ട്? വേറൊരാളോ പറഞ്ഞ് വരിക, അന്നെ 5-6 നാടൻ മാങ്ങ തരാന്ന് പറഞ്ഞു. പുള്ളി മാങ്ങ പറിക്കുന്നവനെയും കൊണ്ട് എന്ന് ആ മാവ് മുഴുവൻ ഇച്ചിരി അവസരം കൊടുത്താൽ മതി. അപ്പൊ മരിക്കാനിരിക്കുന്ന സഹോദരിയാ അടുത്തത്. മരിക്കാനിരിക്കുക. എല്ലാം പരുവക്കേടാ. 1 വിധവയാ, 2 ഒരു മകനെ ഉള്ളൂ, 3 ഒരു പിടി മാവേ ഉള്ളൂ, 4 ഒരൽപ്പം എണ്ണ, 5 2 വിറക് പെറുക്കാനിരിക്കുക, 6 മരിക്കാനായിട്ടിരിക്കുക, 7 ഇവള് ഭയപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ 13-ാം വാക്യത്തിൽ അവളോട് പറഞ്ഞ ഭയപ്പെടേണ്ട. അപ്പൊ ഭയപ്പെട്ടിരിക്കുക. അപ്പൊ ഇങ്ങനെല്ലാം വളരെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്ത് ജീവിക്കുന്ന ഒരു സഹോദരിയുടെ അടുക്കലോട്ടാ ദൈവം പ്രവാചകനെ വിട്ടത്. ചില സന്ദർഭങ്ങളിൽ നിന്നെ ദൈവം അങ്ങനെ ആയിരിക്കും വിടുന്നത്. സ്തോത്രം. അതെന്തിനാന്ന് പിന്നത്തേതിൽ മനസ്സിലാകും. നമ്മൾ അറിഞ്ഞ പറയട്ടെ, ഇത് പിശാച് വിട്ടതാ, അല്ലാതെ ദൈവം വിടുക എന്ന് ഇങ്ങനെയാണോ വിടുന്നത്? ഇത് സൂക്ഷം പിശാച് എന്നെ കറക്കിക്കൊണ്ട്. സ്തോത്രം. ദൈവം നിന്നെ അയച്ചതാണ്. അപ്പോൾ 4-ാമത്തെ ആ പാഠം ആത്മകത്തേക്ക് ഒരുങ്ങിയിരിക്കുന്ന കുടുംബമാണ്. അവിടോട്ടാ ദൈവം വിട്ടത്. 5-ാമത്തെ അവിടുത്തെ ഒരു പാഠം കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞപ്പം ഏതായാലും അവളെ ചാകാൻ പോവുക, കൊച്ചിനെയും കൊല്ലുക. ഏലിയാവ് ഇതെല്ലാം കേട്ട പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഒരു ചെറിയ ആട എനിക്കിതാ. ആ സംസാര ശൈലി കണ്ടോ? ഒരു
ചെറിയ അട. അത് എടുത്തു പറഞ്ഞു ചെറിയ അടയെന്ന്. അങ്ങനെ തന്നെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. എലിയാവോളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി. ചെറിയ ഒരട. ഞാനോ നിങ്ങളോ വന്നപ്പോ ഏതായാലും തങ്കമ്മേ നീ ആകാൻ പോവാന്നപ്പോ ഞാൻ ഒരു മുഴുത്ത അട ഉണ്ടാക്കി എനിക്ക് തന്നേച്ച്. നീ ചത്താലും തിരക്കേടില്ല എനിക്ക് അട. അങ്ങനെയുള്ള മനോഗതിയുള്ള ആൾക്കാരുണ്ട്. നീ ചത്താലും തിരക്കേടില്ല, എൻ്റെ അട എനിക്ക്. അങ്ങനല്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം നോക്കിയ പുള്ളിയുടെ സംസാരം. ദൈവദാസന്മാർ അങ്ങനെ ആയിരിക്കണം, സാഹചര്യം നോക്കി അല്ലേ. അപ്പൊ സാഹചര്യം നോക്കിയപ്പോൾ ഒരു പിടി മാവുണ്ട്, ന്യായമായ ഒരട. വറുത്ത പൊടിയാന്ന് മാവിച്ചൂടെ പൊലിക്കും ഇല്ലേ? ഉറങ്ങുകയാണോ? വറുത്ത പൊടിയാണെങ്കിൽ ചൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മാവ് കുതിർന്ന് പച്ചപ്പൊടി അത്രയും പൊലിക്കത്തില്ല. അപ്പൊ ഏലിയാവിന് സാഹചര്യം എല്ലാം പിടികിട്ടി. ഒരു പിടി മാവുണ്ട്, ഒരു പിടി മാവിന് ന്യായമായൊരു വറുത്ത പൊടിയാന്നേ ഒരു മുഴുത്ത. പണ്ട് ഞങ്ങളുടെ ഒരു അച്ചായന് ഞങ്ങളുടെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ കൊച്ചാ, ഇവരിപ്പോൾ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. എൻ്റെ കുഞ്ഞമ്മേ മരണവാർത്ത അറിഞ്ഞ് എനിക്കങ്ങ് പരവേശമായിപ്പോയി. ചിലക്ക് അങ്ങനെ മരണവാർത്ത കേട്ട് എനിക്ക് പരവേശമായി. ഞാൻ പീടിയെ ചെന്ന് 1 കിലോ ഗോതമ്പ് പൊടി മേടിച്ച് ലോലമായിട്ട് ഒരടയുണ്ടാക്കിയെന്ന്. ലോലമായിട്ട് 1 കിലോ ഗോതമ്പ് പൊടി പീടിയെ ചെന്ന് മേടിച്ച് ലോലമായിട്ട് ഒരട, നല്ല ലോലമാ. അപ്പൊ ഏലിയാവ് ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ സാഹചര്യം മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹത്തിന് പിടികിട്ടി ഒരു പിടി മാവുണ്ട്, ന്യായമായ അടയുണ്ടാക്കി ഇവളും കൊച്ചും. അപ്പം അവിടെ മനസ്സിന് വേദന വരാത്ത വിധത്തിൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ചെറിയ അട എനിക്കിതാ. ദൈവദാസന്മാർ സാഹചര്യം അനുസരിച്ച് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. വേണ്ടായോ? വേണം. ഉടക്കുണ്ടാക്കുന്ന അച്ചായനോട് ഉടക്ക് വിഷയം ഒന്നും കയറി പറയരുത് അല്ലേ? എന്നാ ഇയാൾ ക്ഷിപ്രകോപിയും ആത്മസംയമനമില്ലാത്തവന്, അവനോടൊന്നും മിണ്ടരുത്. അവനോട് ഇത് സൂക്ഷം ചെന്ന് അവനോടാ പറയാന്. അവൻ ഉടനെ കൊടുവാളെടുത്ത് നിൽക്കുക. ചിലക്ക് ഈ വിവരവും ബോധവും ഇല്ല. നുണ പറയുന്ന, പണ്ടൊക്കെ പെണ്ണുങ്ങൾ നുണ പറയുന്നു, ഇപ്പൊ ആണുങ്ങളും നുണ പറയുന്നുണ്ട്. പണ്ടുകൊണ്ടായിരിക്കും. ഒരു സഹോദരിയുടെ പേരുണ്ടെന്ന്, നുണച്ചിപ്പാറു. പാറു എന്നാ പേര്, അതിന് നാട്ടുകാരിട്ടതാ നുണച്ചിപ്പാറു. വേറൊരാളുടെ പേര് നുണബേബി. ബേബി എന്നാ പേര്, നുണ പറയും അതിന്, നുണബേബി. ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നുണ പറയും. നുണ പറയുന്നവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിപ്പിടിക്കുന്നവരോട് ഒരു കാര്യവും മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. അവരോട് 10 വാക്യം പറഞ്ഞ് ചെങ്ങ് പൊക്കോണം. യഹോവാന്റെ വെളിച്ചവും രക്ഷയാകുന്ന ഞാനാരെ ആയപ്പെടും, യഹോവാന്റെ ജീവന്റെ വില ഞാനാരെ പേടിക്കും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ. ഇതൊക്കെ അവരോട് പറയാവുള്ളൂ. അവരോട് വേറെ കാര്യമൊന്നും. നുണയനായിട്ട് നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വേറൊരു ഭാഗത്ത് മിത്രങ്ങളെ ഭേദിപ്പിക്കും. അവൻ സ്നേഹബന്ധം തകർത്ത് കളയും. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം സംസാരിക്കാൻ. വേണ്ടേ? അവിടെ പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അപ്പറേ പറഞ്ഞു, അവിടെ പറഞ്ഞു, ഇപ്പറേ പറഞ്ഞു, മുഴുവൻ കടന്നു കുഴഞ്ഞു. ഇതാരാ ഇത് പറഞ്ഞത്? അത് എന്നോട് ഇന്ന പുള്ളി പറഞ്ഞു, എന്നോട് ഇന്നയാൾ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു. അത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എന്നോട് മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാ
എടുക്കപ്പെട്ടതാണോ? ഇപ്പം ചിന്തിക്കുന്ന ദൈവമേ, ഞാൻ പറഞ്ഞ കാര്യം പുള്ളി അറിഞ്ഞെന്നാ? അതൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ പ്രാർത്ഥിച്ചേച്ച് പോയാൽ പോരെ? അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസ് പറയണോ? എന്നെ മിണ്ടാതിരിക്കുന്നത്. ഇന്നത്തെ യോഗം മിക്കവാറും ഒരു 11:30 കഴിഞ്ഞേ തീരുള്ളൂ. നിങ്ങൾ ഓർക്കുന്ന ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ ദൂത് തീരുവെന്നാന്നോ? അന്നേരം എനിക്ക് ദൂത് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ ഉഴപ്പിയിരിക്കുക. ഷൂപ്പാസ് പെട്ടെന്ന് അങ്ങ് ഇരുന്ന്, സ്തോത്രം, ഞാനിരിക്കുകയല്ല. ഉഴപ്പിയിരുന്നാൽ എനിക്ക് നേരം പോയിന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പിന്നെ പറയുകയുള്ളൂ. സ്തോത്രം. ഞങ്ങളുടെ അമ്മ പറയും, എടാ ആളും തരൂ അടഞ്ഞേ സംസാരിക്കാവൂ. ആളും തരൂ. ഓരോരുത്തർക്കും ഓരോ പ്രകൃതികളാണ്. അത് മാറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. മുമ്പേ വായിച്ചല്ലോ, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാ. അതാ. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഉത്തമഗീതത്തിലെ ഒരു പ്രയോഗമുണ്ട്, സ്തോത്രം. അത് കാന്തയോട് ബന്ധപ്പെട്ട് കാന്തം പറയുന്നതാ, എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? എൻ്റെ അങ്കി ഞാൻ ഊരി, ഇനി എങ്ങനെ അത് വീണ്ടും? പഴയതെല്ലാം ഉരിഞ്ഞു കളഞ്ഞെന്ന്. ഇനി എങ്ങനെയാ ഞാനത്? 5-ാം അധ്യായം, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? അയ്യോ, ഞാൻ എങ്ങനെ അത് വീണ്ടും ധരിക്കുന്നത്? മതി. നമ്മൾ ഊരിയിട്ടൊന്നുമില്ല, ഊരുന്നതായിട്ടൊക്കെ ആറ്റ് കാണിച്ചതേ ഉള്ളൂ. പണ്ട് കല്യാണത്തിന് പോയ അപ്പൻ ധരിച്ച വസ്ത്രം ഉരിഞ്ഞു കളയാതെ പുതിയതെടുത്ത് ധരിച്ചേച്ച് കല്യാണത്തിന് പോയി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നേച്ച് പഴയ തുണി തെപ്പം തുണി കാണുന്നില്ല. പെമ്പളയായിട്ട് വഴക്കുണ്ടാക്കി. നീ എങ്ങാണ്ട് കഴുകാൻ കൊണ്ടുപോയപ്പം കണ്ട അവർ പറഞ്ഞ് എടുക്കാത്ത കാര്യം എടുത്തെന്ന് പറഞ്ഞു. താൻ എന്നാൽ ഇതും ഇടണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പറിച്ചപ്പം അകത്ത് രാവിലെ എടുത്ത തുണി. എന്നാ ഇവിടെ അങ്ങനല്ല, ഉരിഞ്ഞു കളഞ്ഞു. ഇനി എങ്ങനെ ഞാനത് ധരിക്കും? ദൈവത്തിന് സ്തോത്രം ആട്ടെ. വളരെ ശ്രദ്ധിച്ച് വേണം ദൈവമക്കൾ സംസാരിക്കാൻ. വളരെ. എനിക്കാണെങ്കിൽ ദൈവം തന്നൊരു കൃപയായിരിക്കാം, ആയിരിക്കാമെന്നല്ല, ദൈവം തന്നൊരു കൃപയാ. എനിക്കൊരാൾ ചുണ്ടു കൂർപ്പിച്ച് സംസാരം തുടങ്ങുമ്പോൾ അറിയാം എന്തിനാ പുറപ്പാടെന്ന്. ഏറെക്കുറെ എല്ലാ കാര്യവും അല്ലെങ്കിൽ ഏറെക്കുറെ സംസാരം തുടങ്ങുമ്പോൾ അറിയാം എന്തോ ഉന്നം വെച്ചാ ഇപ്പം. ഏറെക്കുറെ ഞാൻ പറയാം. ചില സന്ദർഭത്തിൽ ഞാൻ മൗനമായിട്ട് അങ്ങിരിക്കും, മിണ്ടുകയില്ല. സ്തോത്രം. വളരെ വിവേചിച്ചോണം. അത് നമ്മൾ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഏലിയാവ് സമയവും സന്ദർഭവും നോക്കിയാ സംസാരിച്ചത്. ദൈവമക്കൾ അങ്ങനെ വേണം. ഒരു ചെറിയ ആട്ട സഹോദരി ഒരു പിടി മാവുണ്ട്, തന്നാൽ അതിന് ആ ഒരു പിടി മാവ് എടുത്ത് ഒരട ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനല്ല പറഞ്ഞേ. ഒരു പിടി മാവാ, പക്ഷെ എനിക്കൊരു ചെറിയ അട. സ്തോത്രം. നന്നായിട്ട് സംസാരിച്ചോണം. ആർക്കും ആര് തകർക്കരുത്. സ്തോത്രം. നമ്മുടെ സംസാരം പ്രശ്നമുണ്ടാകുന്നതായിരിക്കരുത്. നമ്മുടെ സംസാരം പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കണം. ഇത് ചിലർ സംസാരിക്കാൻ തുടങ്ങിയ ഗാർഗിൽ യുദ്ധം പോലെ. അങ്ങനെയുള്ളവരോട് അധികം മിണ്ടുകയേ ചെയ്യരുത്. ഒറ്റ വാക്ക് പറയണം, സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? സ്തോത്രം. അത് പറഞ്ഞേച്ച് അവിടെ നിൽക്കരുത്, പൊക്കോണം. കാരണം സന്തോഷമായിട്ടിരിക്കുന്നില്ലോ എന്ന് ചോദിച്ചാൽ ഉടനെ അവരിവിടെ അങ്ങനെയല്ല സഹോദരി, ചില വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞവർ തുടങ്ങും. അങ്ങനെയുണ്ട്. ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവര് മറ്റുള്ളവരുടെ കാര്യമൊക്കെ പറയും. പാസ്റ്ററെ കാപ്പി കുടിച്ചേച്ച് പോയാൽ മതി. എന്തിനാന്ന് ചോദിച്ചാൽ കാപ്പി ഇടുന്ന സമയം കൊണ്ട് കുരുക്കൊപ്പിക്കാനാ. അങ്ങനെ വേലയുള്ളവരുണ്ട്. അന്നേരം പറയണം,
കാപ്പി ഇപ്പം വേണ്ട, സ്തോത്രം, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി, ഒരു പാട്ട് പാടണം, അന്നേരം കാപ്പി വെള്ളം എടുക്കാൻ പോകും, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാണെങ്കിൽ അവിടെ നിൽക്കുമ്പം വെള്ളം എൻ്റെ അങ്ങനെയുള്ള വീടുകളിൽ വെള്ളമായിട്ട് അങ്ങ് നടന്നു കുടിക്കുന്നതായിരിക്കും. ഇതവിടെ പോയിരുന്ന് കാപ്പ് കുടിക്കുന്നതിന് ഞാനെതിരല്ല. ഇങ്ങനെ കുടിച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അപ്പറ പറഞ്ഞ് ഇപ്പറ പറഞ്ഞ് പറയാവുന്നതിൻ്റെ മുഴുവൻ അങ്ങനെയൊക്കെ മെനക്കെട്ട് നടക്കുന്ന കേസുകളുണ്ട്, മെനക്കേട് കേസുകൾ. ആട്ടെ, ഏലിയ വളരെ സന്ദർഭോചിതമായിട്ട് സംസാരിച്ചു. ഇനി അഞ്ചാമത്തെ ഒരു പാഠം ഈ സാരഭാത്തിലെ ഏലിയാവിനോട് ബന്ധപ്പെട്ട്, ഏലിയാവിന്റെ നാവിന്മേൽ വരുന്നതല്ല യഹോവയുടെ വചനമാണ്. ആവശ്യമില്ലാത്ത ഒന്നും പറയത്തില്ല. അതല്ലേ ആ സഹോദരി പറഞ്ഞത്, നിന്റെ നാവിന്മേൽ യഹോവയുടെ വചനം. 24 വാക്യം ഒന്ന് വായിച്ചേ. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യം, നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന്. ഒരു ദൈവദാസന്റെ നാവിൽ അല്ലെ ദൈവ പൈതലിന്റെ നാവിൽ യഹോവയുടെ വചനമേ വരാവൂ. യഹോവയുടെ വചനമാണോ വരുന്നേ? കണ്ണ് പൊട്ടുന്ന തെറി. യോ, അതേത് വചനമാ? അതിന്റെ പുസ്തകത്തിലുണ്ട് അസ്തോദ്യ ഭാഷ. എന്താ ഭാഷയാ? ബിബ്ലിക്കലായിട്ട് പറയുമ്പോൾ പിന്നെ ഉടക്കില്ലല്ലോ. നിന്റെ നാവിൽ യഹോവയുടെ വചനം വരണം. യഹോവയുടെ വചനം നിന്റെ നാവി വരണമെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം യഹോവയുടെ വചനം ധ്യാനിച്ച് ഹൃദിസ്ഥമാക്കണം. നിങ്ങൾ ചിലരോട് സംസാരിച്ച് അവര് ദൈവവചനം കോട്ട് ചെയ്തേ സംസാരിക്കുള്ളൂ, അകത്തതായിരിക്കുന്നത്. ഞങ്ങളുടെ കാവാലത്തെ 2 കൊച്ചമ്മമാരുണ്ടായിരുന്നു. 2 പേരും കടന്നുപോയി. 18-ലെ കൊച്ചമ്മയും 5-ലെ കട്ടക്കുഴി 5-ലെ അമ്മിണി കൊച്ചമ്മയും. 2 പേരും പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളാണ്. അങ്ങനെ ആണല്ലോ അവിടുത്തെ. 2 പേരും പാടത്ത് പണിയെടുക്കും. ആ നാട്ടിൽ ചോദിച്ചാൽ ഇപ്പോഴും ആൾക്കാർ പറയും, അമ്മിണി കൊച്ചമ്മയും ലീലാ കൊച്ചമ്മയും പാടത്ത്. അന്നൊക്കെ ഇപ്പോഴല്ലേ മിഷ്യനൊക്കെ വന്നത്, കൊയ്ത്ത് മിഷ്യന്, മെതി മിഷ്യന്, എല്ലാം മിഷ്യനല്ല ഇപ്പോഴാണ് വന്നത്. അന്ന് മിഷ്യനല്ല, എല്ലാം കൈകൊണ്ടാ. വെള്ളം വറ്റിച്ച് കഴിയുമ്പം മുഞ്ഞ വാരാൻ പോവും, പിന്നെ ഒഴുത് കഴിയുമ്പോൾ കട്ട നിരത്താൻ പോവും. പെണ്ണുങ്ങൾ കട്ട നിരത്തും. പിന്നെ ആണുങ്ങൾ വിത്ത് പതിച്ച് കഴിയുമ്പോൾ ഞാറ് കിളിച്ചത് ഞാറ് നടാൻ പോവും. പിന്നെ കള പറിക്കും. 2 പ്രാവശ്യമാണ് കള പറിക്കുന്നത്. 2ാം കള പറിക്കുക എന്നാ പറയുന്നത്. ഇതിലെ സ്ത്രീകളാ. അപ്പോൾ ഈ അമ്മിണി കൊച്ചമ്മയും 18-ലെ ലീലാ കൊച്ചമ്മയും പാടത്ത് പെണ്ണുങ്ങളൊക്കെ ധാരാളം നേരം നിൽക്കുന്നത്. അവര് ആ കണ്ടത്തിലുണ്ടെങ്കിൽ അന്നേ ദിവസം ഒരു സ്ത്രീകളും വേറൊരു കാര്യവും പറയുകയല്ല. ഇവര് പാട്ടും വചനവും മാത്രം. അപ്പൊ കൂടെ പണിയെടുക്കുന്ന പെണ്ണുങ്ങളും പറയോ, അമ്മണിയുണ്ട്, ലീലാമ്മയുണ്ട്, അതുകൊണ്ട് അവര് കണ്ടെത്തി ക്രിസ്തീയ പാട്ട്. അമ്മണി കൊച്ചമ്മ നല്ല ട്യൂണി പാട്ട് പാടും. പാട്ടും പാടും, നന്നായിട്ട് വചനം പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അതുകൊണ്ട് അവര് പണിയെടുക്കുന്ന കണ്ടത്തിൽ അലോക്യവുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. അതേസമയം അപ്പുറത്തെ കണ്ടത്തില് പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കി ഞാറെടുത്താ എറിയുന്നത്. പിന്നെ പറയുന്നത് ഞാൻ പറയുകയും വേണ്ടല്ലോ. ഇവർ 2 പേരും നല്ല സാക്ഷ്യമാണ് ആ കാര്യത്തിൽ. അമ്മിണി കൊച്ചമ്മ മരിച്ചു, നല്ല മരണമായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു, ഒത്തിരി കഷ്ടം സഹിച്ചതാണ്. എന്നെ വലിയ കാര്യവുമായിരുന്നു. എന്നെ എന്നല്ല, അവർക്ക് എല്ലാവരോടും വലിയ കാര്യമാണ്. നല്ല സാക്ഷ്യം പുലർത്തിയ ഒരു മാന്യ കർത്തദാസിയ. വചനം അവരോട് സംസാരിച്ച വേറെ പുസ്തകത്തിൽ നിന്ന് മാത്രമേ പറയുള്ളൂ. ആരോട് സംസാരിച്ച, എപ്പോൾ സംസാരിച്ചാൽ, കാരണം അകത്ത് മുഴുവൻ ഇരിക്കുക. നമ്മളോട് സംസാരിച്ചാലോ, നിങ്ങൾ തന്നെത്താൻ പറ. നിങ്ങളോട് സംസാരിച്ച 1 മണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾ വേറെ പുസ്തകത്തിൽ നിന്ന് എത്ര നേരം പറയും?
നാട്ടിൽ കിളിക്കുന്ന മുഴുവൻ കാര്യവും നീ പറയും. പുസ്തകത്തിൽ നിന്നൊന്നും അവർ പോയത്, ഇവർ പോയത്, അവിടെ ചെയ്തത്, ഇവിടെ ചെയ്തത്, അപ്പുറം ചെയ്തത്, അമ്മായിമ്മ ചെയ്തത്, നാത്തൂൻ ചെയ്തത്, അനിയത്തി ചെയ്തത്, ഉപ്പാപ്പൻ്റെ അവിടെ ചെയ്തത്, സഭയെ വന്നത്, ആ വീട്ടിലെ കുറ്റം, ഈ വീട്ടിലെ കുറ്റം, അവിടുത്തെ കുറവ്, അവർ രണ്ടുപേരും ഇപ്പം ലോകത്തിലല്ലെന്നാ തോന്നുന്നത്. മറ്റേ പുള്ളി ഇപ്പം ഇച്ചിരി ഇടഞ്ഞു നിൽക്കുകയെന്നാ തോന്നുന്നു. അമ്മാമ്മയ്ക്ക് എങ്ങനെ തോന്നി? എനിക്ക് ആ ഇരിപ്പും നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. മറ്റേ അമ്മാമ്മ എനിക്കും അത് ഡൗട്ട് അടിച്ചു. ഈ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ നിന്റെ പൊന്നും കൊടുത്ത നാവീന്ന് ദൈവവചനം പറയുമോ? 5 മിനിറ്റ് സംസാരിച്ച് 5 പേരെ പറ്റി കുരുക്കൊപ്പിച്ചേച്ച് എന്നാ നിങ്ങൾ ചിലരെ ഞെളിവിരി കൊള്ളുകയും വിമ്മിഷ്ടപ്പെടുകയും വല്ലാതെ കണ്ട് അസ്വസ്ഥരാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥിച്ച ഉടനെ ഓടരുത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെച്ചേ പോകാവൂ. എങ്ങനെയും ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു. ദൈവമേ വന്ന് പെടുകയും ചെയ്ത് വേണ്ട ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാവരും ഇത് കഴിച്ച് വെച്ചേ പോകാം. ഗുണമാകുമോ ഗുണമാകാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. പറയേണ്ടത് എൻ്റെ കടമ. നിങ്ങൾ മാത്രമല്ല, പ്രസംഗിക്കുന്ന ഞാനും എല്ലാവർക്കും കൂടെ ഉള്ളത്. ഇങ്ങനെയാണെന്നല്ലോ സാധാരണ. ഒന്ന് ദൈവം സാക്ഷി, ഒന്ന് നിങ്ങൾക്ക്, 3 എണ്ണമാണ് എൻ്റെ നെഞ്ചിന്. അപ്പോൾ ആദ്യം ഗുണമാകേണ്ടത് ഞാനാണ്. നമ്മളോട് സംസാരിക്കുമ്പോൾ നാവിന്ന് ദൈവവചനമേ വരാവൂ. മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടി ആക്ഷേപിച്ച് അവനെ തേജോവധം ചെയ്ത് അവൻ്റെ മുൻകാല ചരിത്രമെല്ലാം എടുത്തിട്ട് അമ്മാനമാടി അവരുടെ ഇവരുടെയും കുറ്റം. നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം കുഴപ്പടിയുണ്ട്, അതെല്ലാം മറച്ചു വെച്ചല്ലേ മറ്റവൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നേ ഇല്ലേ? പറ. ആ ബ്രദർ ശരിയല്ലെന്നാണോ? നിന്റെ വീട്ടിലെ ബ്രദറോ? നിന്റെ ബദറിന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബദർ. ആ പെങ്കൊച്ചി ശരിയല്ല. നിന്റെ മോളോ? നിന്റെതോ? എന്റെതെല്ലാം നല്ലതാ, മറ്റവന്റെ അല്ല. യോ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ. നിന്റെ കുഞ്ഞുങ്ങളുടെ വിജയുടെ ഒന്നും അധികം പറയാതിരിക്കുന്നതാ. അവനവന്റെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്, അതൊന്നും ക്രമീകരിക്കില്ല. മറ്റവന്റെ വീട്ടിലെ കാര്യമാ. വളരെ സൂക്ഷിക്കണം സംസാരം. ആട്ടെ, നാവിന്മേൽ യഹോവയുടെ വചനം വരണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സംസാരിക്കുമ്പോൾ ദൈവവചനം പറയണം. ദൈവവചനം പറയണമെങ്കിൽ അവസരം കിട്ടുമ്പോൾ വചനം വായിച്ച് ധ്യാനിച്ച് ഹൃദിസ്ഥമാക്കണം. ഞാൻ ഇന്നലെ ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു വാക്യം റെഫറൻസ് ഞാനങ്ങ് മറന്നുപോയി. ഞാൻ രാത്രിയിൽ അത് ഒരു സദൃശവാക്യം 2 ആവർത്തി ഞാൻ വായിച്ചു. എനിക്ക് എന്തുവാണെന്നറിയാൻ മേല, കണ്ണ് അങ്ങ് മങ്ങിപ്പോയതാണോ വാക്യം ഞാൻ കിട്ടുന്നില്ല. എനിക്കാണ് ഒരു വാക്യം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. സ്തോത്രം. അപ്പം രേണു വന്ന് ചോദിച്ചു എന്തുവാ തപ്പുന്നത്? ഞാൻ പറഞ്ഞു ഇന്ന വാക്യമാണ്. പിന്നെ രേണു പോയിരുന്നു നോക്കിയേച്ച് ആ വാക്യം പെട്ടെന്ന് എടുത്തു തന്നു. അപ്പം ഞാൻ ആ ഭാഗമെല്ലാം 2 ആവർത്തി വായിച്ചതാണ്, പക്ഷെ തിട്ടമായില്ല. ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനാ. ഒന്ന് വായിച്ചേ, 26:17. തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ. മിക്ക സഭയിലും ഒരു 99% വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിച്ച് വെച്ചിരിക്കുക. ഇവിടെ അതൊക്കെ തന്നെ.
മര്യാദയ്ക്ക് വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിച്ചാലുള്ള ഗതി നിങ്ങൾ പറ. കടിക്കുമെന്നല്ല കിടക്കുക, ഇനി എന്നാ കടിക്കാനാ? തലങ്ങും മെലങ്ങും നാ കടിച്ച് ആവശ്യമില്ലാത്തതെല്ലാം കയറി ഇടപെടുകയല്ലേ? മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ് 11:30 വരെ യോഗം പോവും. നീ മിണ്ടായിരിക്കുന്നോണ്ടാ.